സങ്കീർത്തനങ്ങൾ അധ്യായം 102. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളിയെ നിന്റെ അടുക്കലെത്തണമേ. എൻ്റെ ആപത്തു നാളിൽ തിരുമുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ. ഞാൻ നിന്നെ വിളിക്കുന്ന ദിവസത്തിലെങ്കിലേക്ക് ചെവി ചായിച്ച് വേഗത്തിൽ എന്നോട് ഉത്തരമരുളണമേ. എന്തെന്നാൽ എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞുപോയി, എൻ്റെ അസ്ഥികൾ വെന്ത് വെണ്ണീറായി, എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിക്കരിഞ്ഞു. എൻ്റെ ആഹാരം കഴിപ്പാൻ ഞാൻ മറന്നുപോയി. എൻ്റെ നെടുവീർപ്പുകളുടെ ശബ്ദം നിമിത്തം എൻ്റെ മാംസം അസ്ഥികളോട് പറ്റിപ്പോയി. ഞാൻ വനത്തിലെ കാക്കയ്ക്ക് തുല്യനായി, ശൂന്യപ്രദേശത്തെ നത്തുപോലെയായി. പുരയ്ക്ക് മേൽ പറക്കുന്ന പക്ഷി പോലെ ഞാൻ തനിച്ചായി തീർന്നു. എൻ്റെ ശത്രുക്കൾ നിത്യവും എന്നെ നിന്ദിച്ചു. എന്നെ പുകഴ്ത്തുന്നവർ എന്നെ നശിപ്പിപ്പാൻ ശപഥം ചെയ്തു. ഞാൻ ആഹാരം പോലെ ചാരം ഭക്ഷിച്ചു. എൻ്റെ പാനീയം ഞാൻ കണ്ണുനീരോടുകൂടെ കലർത്തി. നിന്റെ കോപവും ക്രോധവും നിമിത്തം തന്നെ. എന്തെന്നാൽ നീ എന്നെ ഉയർത്തി, പിന്നെ എന്നെ തള്ളിയിട്ടു. എൻ്റെ ദിവസങ്ങൾ നിഴൽ പോലെ ചാഞ്ഞുപോയി, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോയി. കർത്താവേ, നീ എന്നേക്കും നിലനിൽക്കുന്നു. നിന്നെ കുറിച്ചുള്ള ഓർമ്മ തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ ചെയ്യണമേ. അതിനോട് കരുണ ചെയ്യുവാനുള്ള കാലം സമീപിച്ചുവല്ലോ. നിന്റെ ദാസന്മാർ അതിൻ്റെ കല്ലുകളെ ഇഷ്ടപ്പെടുകയും അതിൻ്റെ മണ്ണിനെ സ്നേഹിക്കുകയും ചെയ്യും. കർത്താവേ, ജാതികൾ തിരുനാമത്തെയും ഭൂരാജാക്കന്മാരെല്ലാം നിന്റെ ബഹുമാനത്തെയും ഭയപ്പെടും. എന്തെന്നാൽ കർത്താവ് സിയോനെ പണിയും, താൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. താൻ അഗതികളുടെ പ്രാർത്ഥനയിങ്കലേക്ക് തിരിയും, അവരുടെ പ്രാർത്ഥനകൾ നിരസിക്കുകയുമില്ല. വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി ഇതെഴുതപ്പെടും. സൃഷ്ടിക്കപ്പെടുന്ന ജനം കർത്താവിനെ സ്തുതിക്കും. സിഹിയോനിൽ കർത്താവിൻ്റെ നാമത്തെയും യെരൂശലേമിൽ തൻ്റെ മഹത്വങ്ങളെയും അറിയിപ്പാൻ വേണ്ടി ബന്ധനസ്ഥൻ്റെ നെടുവീർപ്പ് കേൾപ്പാനും മക്കളെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും കർത്താവ് തൻ്റെ വിശുദ്ധിയുടെ ഉന്നതത്തിൽ നിന്ന് സൂക്ഷിച്ചു നോക്കുകയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തൃക്കൺ പാർക്കുകയും ചെയ്തു. അത് കർത്താവിനെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ അവൻ ഭൂമിയിൽ എൻ്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു. എൻ്റെ നാളുകളുടെ കുറവിനെ എന്നെ അറിയിക്കണമേ. എൻ്റെ നാളുകളുടെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ. നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. ആദിയിൽ നീ ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയ ആകാശങ്ങളും നിന്റെ കൈവേലയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, പുറങ്കുപ്പായം പോലെ അവ നീങ്ങിപ്പോകും. നീ യഥാസ്ഥിതിയിരിക്കുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ ദേശത്ത് വസിക്കും, അവരുടെ സന്തതി തിരുസന്നിധിയിൽ ശുഭമായിരിക്കും. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.